30 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഈ 4000 വാച്ച് അവർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആണെന്നറിയോ? 2,40,000 മിനിറ്റ്സ് ആണ് ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഷോർട്സ് അപ്ലോഡ് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാസം കൊണ്ട് 4000 വാച്ച് അവർ കിട്ടില്ല. ഇതിന്റെ ശരിക്കുള്ള സൊല്യൂഷൻ അറിയണോ? വീഡിയോയിലേക്ക് പോക്കോ. ഹലോ, ഇപ്പൊ നിങ്ങൾ എല്ലാരും ആലോചിക്കുന്നുണ്ടാവും, ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് ഇത്രയും വലിയ കാര്യമാണോ? ഗൈസ്, 4000 വാച്ച് അവർ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 40,000 മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കെയറി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണം, കാരണം ഇത് കുറച്ച് സ്കെയറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സിംപ്ലി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഷോർട്സിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4000 വാച്ച് അവർ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം നമുക്ക് ഷോർട്സ് വഴി നമ്മുടെ ഒരു മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് എന്നുള്ളതാണ്. ഷോർട്സ് എന്ന് കിട്ടുന്ന വ്യൂസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു വാച്ച് അവർ ഒരുപാട് അധികം അങ്ങനെ ഇൻക്രീസ് ആവില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്കും അറിയുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പണ്ട് എപ്പോഴും ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ്. ആരും അങ്ങനെ ചെയ്യരുത്. കാരണം ഷോർട്സ് നമുക്ക് ഒരിക്കലും ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ടാർഗറ്റ് ആണ് നമ്മുടെ മൈൻഡിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ലോങ് വീഡിയോയിലായിരിക്കണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ് ഫോം വീഡിയോസ് ആയിരിക്കും. ഷോർട്സിന് ആക്ച്വലി വേറൊരു ഉപയോഗമുണ്ട്. നമുക്ക് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ ഷോർട്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മളിപ്പോ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഓഡിയൻസിന്റെ അടുത്തേക്ക് ആ ഷോർട്സ് പെട്ടെന്ന് എത്തുകയും അതുവഴി നമുക്കൊരു ന്യൂ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. സോ ഷോർട്സിനെ കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പൊ ഈ ഷോർട്സും ലോങ് വീഡിയോ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷോർട്സ് വഴി നിങ്ങൾക്ക് ന്യൂ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ലോങ് വീഡിയോസ് വഴി നമുക്ക് നമ്മുടെ വാച്ച് അവേഴ്സ് കൂട്ടാനായിട്ടും പറ്റും. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാച്ച് അവർ നമുക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യൂസിൽ മാത്രമല്ല കാര്യം. നമുക്കിപ്പോ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്റെ വീഡിയോക്ക് 1K വ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വീഡിയോക്ക് ഒരു 10K വ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ പല വീഡിയോന്റെയും വ്യൂസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വാച്ച് അവർ കിട്ടില്ല. നമ്മുടെ വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷനും അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് ഒരു 5 മിനിറ്റിന്റെ വീഡിയോ നമ്മുടെ ഓഡിയൻസ് എത്ര നേരം കണ്ടു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു വ്യൂസും ഈ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാച്ച് അവർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? ചിലരില്ലേ പറയും ഇത്ര രൂപയ്ക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ തരാം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ലൈക്ക് ഫേക്ക് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കില്ലേ? അങ്ങനെ ചെയ്യുന്നവർക്ക് ഓഡിയൻസിന്റെ വ്യൂസ് കുറവായിരിക്കും. ആ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും നമ്മുടെ വീഡിയോസ് കാണണമെന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്കൊരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവേഴ്സ് കൂടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. നമ്മുടെ ഓഡിയൻസിനെ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടണം, അവർ നമ്മുടെ കണ്ടന്റ് കാണണം, അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ഇടുന്ന ഓരോ ദിവസം ഇടുന്ന കണ്ടന്റ് അവർ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാച്ച് അവർ എന്നുള്ള ഒരു ടാർഗറ്റിൽ എത്താനായിട്ട് പറ്റുള്ളൂ. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് പറയാനുള്ളത്, ഞാൻ ഈ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും 30 മിനിറ്റിന്റെ വീഡിയോ ഇടാം, അപ്പൊ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ 10 മിനിറ്റ് കിട്ടില്ലേ എന്നൊക്കെ വിചാരിക്കും. നമ്മുടെ വീഡിയോ ആക്ച്വലി ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റും ബോറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 5 to 8 മിനിറ്റ് വീഡിയോസ് ഇടാം. അതായത് നമ്മുടെ വീഡിയോസ് ഒരു 5 മിനിറ്റിൽ കുറയരുത് കേട്ടോ. 5 മിനിറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ പോളിസി എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റിനും 8 മിനിറ്റിനും ഇടയ്ക്കുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതാവുമ്പോൾ ആൾക്കാരുടെ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷനും കൂടുതൽ ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും 20 മിനിറ്റും കണ്ടുകൊണ്ടിരിക്കില്ല നമ്മളെ വീഡിയോ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിൽ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ഡ്യൂറേഷൻ ശ്രദ്ധിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 5 to 10 മിനിറ്റ്സിന് ഇടയ്ക്ക് വരുന്ന ലോങ് വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി പറയാനുള്ള കാര്യം ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളൊരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഓരോ ഹൂക്ക് കൊടുക്കുക. സിംപിളി ഒരു വീഡിയോയിൽ വന്നിരുന്നിട്ട് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇന്നെന്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയരുത്. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഹൂക്ക് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു 15 സെക്കൻഡ്സ് എന്തെങ്കിലും ഒരു ഹൂക്ക് അതിലുണ്ടാവണം. പോട്ടെ ഒരു 10 സെക്കൻഡെങ്കിലും മതി. അപ്പൊ അവരെന്ത് ചെയ്യും? കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കുറച്ച് കൂടുതൽ നേരം കാണാനായിട്ട് നിൽക്കും. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഈ മിസ്റ്റേക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും ഡിസ്ട്രോയ് ആയി പോകും. ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഹൂക്സ് നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്തൊക്കെയായിരിക്കും ആ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കാണില്ലേ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കരുത്. ഇത് ക്ലിക്ക് ആവുന്നെങ്കിൽ ക്ലിക്ക് ആവട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പിടിക്കാം, അങ്ങനെ ചിന്തിച്ചിരിക്കരുത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു വെപ്പൺ ഉണ്ട്. എന്താ വെപ്പൺ എന്നറിയോ? യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ്. അത് ഇതുവരെയും കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോട്ടോ. നമ്മുടെ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരുടെ കയ്യിൽ എല്ലാവരുടെയും ഇത് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇതിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാട്ടോ. അപ്പൊ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അനലറ്റിക്സ് നമുക്ക് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടാഗ്സ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോന്റെ താഴെയായിട്ട് ടാഗ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കീവേഡ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കുറച്ച് കൂടുതൽ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്താനായിട്ട് തുടങ്ങും. അപ്പൊ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം തന്നിട്ടുള്ളത് വെറുതെ അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള എല്ലാ ടൂൾസും നല്ല രീതിയിൽ അങ്ങ് യൂസ് ചെയ്തോ, അതിനെ വെച്ചിട്ട് യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക. ലൈക്ക് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടു, നാളെ ഞാൻ വീഡിയോ ഇടൂല, ഇനി അടുത്ത ദിവസം ഇടാം, അങ്ങനെയുള്ള ഒരു തോട്ടൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. ലൈക്ക് ഡെയിലി വീഡിയോസ് ഇടുക. നിങ്ങൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ ഞാൻ പറയട്ടെ, ഹാർഡ് വർക്കും പ്യോർ കൺസിസ്റ്റൻസിയാണ്. ഈ രണ്ട് കാര്യം വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചാനൽ ക്ലിക്ക് ആവുക. കുറച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ അതിലുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് കുറച്ചുകൂടെ എലവേറ്റഡ് ആവാൻ തുടങ്ങും. എലവേറ്റഡ് ആയി തുടങ്ങുമ്പോൾ നാച്ചുറലി നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ചാനലിലേക്ക് വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ ബോറിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. നിങ്ങളുടെ ഓഡിയൻസിന് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കുക. നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ ഒരു 30 ദിവസം, ഞാൻ ഒരു മാസത്തെ കണക്കാണ് പറയുന്നത്, ഈ ഒരു 30 ദിവസം നിങ്ങളുടെ ഓഡിയൻസിനെ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 4000 വാച്ച് അവർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഈ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്നറിയോ? നെക്സ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾക്ക് 8000 വാച്ച് അവർ ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു മാസം കൊണ്ട് 4000 വാച്ച് അവർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾ പാടുപെടേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ബൈ.